ഹായ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, അത് നടക്കുന്നതും നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടേയിരിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഒന്ന് സംവദിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ കമൻറ്റും ഷെയറും ലൈക്കൊക്കെ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചില കളിയാക്കലുകൾ. ചിലപ്പോൾ അത് നമ്മൾ അറിയുന്നത് പോലും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സംഗതി. അത് തമാശയായിട്ട് എടുത്തൂടെ എന്നുള്ള അടുത്ത ഡയലോഗിൽ നമ്മളങ്ങ് വായടക്കും. പലപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ മുടിയെ പറ്റിയുള്ള, നിറത്തിൻ്റെ പേരിലുള്ള, ശരീരാവയവങ്ങളുടെ പേരിലുള്ളത് വേറുണ്ട്. ഭാഷയുടെ പേരിലുള്ള കളിയാക്കൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ലൈഫ് എഡിറ്റ് ബൈ ഹഫ്സ ഹനീഫ്. ഇത് ഇന്ന് തുടങ്ങിയതാണോ? ഇന്നലെ തുടങ്ങിയതാണോ? അല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ നിറത്തിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ. മനുഷ്യരുണ്ടായപ്പോൾ തന്നെ തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് അതിന് മാറ്റുകൂട്ടാൻ കുറേ കോസ്മെറ്റിക് പ്രോഡക്റ്റ് കൂടെ ബഹളമാണ്. എവിടെ സോഷ്യൽ മീഡിയ തുറന്നാലും ക്രീമുകളുടെയും മറ്റ് പ്രൊഡക്റ്റുകളുടെയും പരസ്യം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഇത് വെറും ഒരു പൗഡറിൽ ഒതുങ്ങിയെങ്കിൽ ഇന്ന് വീട് പെയിന്റ് അടിയേക്കാളും വലിയ പാടുള്ള കാര്യമാണ്. ഇതിലൂടെ പലരും എന്താണ് ശ്രമിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഡാർക്ക് സ്കിൻഡ് ആൾക്കാർ സമൂഹത്തിന് എന്തോ ഭയങ്കര മോശമായിട്ടുള്ള കുറേ ആൾക്കാരാണ്. അവരെ നമ്മൾ ഇവിടുന്ന് മാറ്റിയേ തീരൂ, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മൾ വൈറ്റനിങ് ക്രീമൊക്കെ അടിച്ചിട്ടൊന്ന് വെളുപ്പിച്ചെടുക്കാം എന്നുള്ളൊരു തോട്ടായിരിക്കുമോ ഇതിൻ്റെ പിറകിൽ? തൻ്റെ മുഖം ഒന്ന് വെളുത്ത് കണ്ടാൽ സന്തോഷമായി എന്നത് ഈ സമൂഹം തന്നെ വരുത്തി വെച്ചിട്ട വലിയൊരു വിനയാണ്. നമ്മുടെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലൊക്കെയുള്ള പ്രസവിച്ച കുഞ്ഞുങ്ങളെ കാണാൻ ആൾക്കാർ പോകില്ലേ? അപ്പോഴേ ആൾക്കാർ പറയുന്നൊരു കാര്യം, കുഞ്ഞ് വെളുത്തിട്ട് നല്ല ഭംഗിയുണ്ട്, അതല്ലെങ്കിൽ കുഞ്ഞിന് ആരപ്പോൾ ഈ കളർ കിട്ടിയത് എന്നൊരു വ്യത്യാസം. രണ്ട് ടോണിലും വ്യത്യാസമില്ലേ? നമ്മൾ ആദ്യം തിരുത്തേണ്ടത് നമ്മളെ തന്നെയല്ലേ. നീ ഇല്ലേലും സുന്ദരിയാണ് മോളെ അല്ലെങ്കിൽ മോനെ എന്നാണ് നമ്മൾ പറഞ്ഞു വളർത്തേണ്ടത്. നിറം ഏതാണേലും ആരൊക്കെ ഉണ്ടായാൽ മതി. നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസുകൾ എങ്ങനെയാവണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മുടിയുടെ കാര്യം വേണ്ടേ? അത് വേണം. എങ്ങനെ? നല്ല നൈസായിട്ട്. അതെങ്ങനെയാണ് ഈ നൈസ് എന്നല്ലേ നമുക്ക് ഒന്നിച്ച് പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മുടി സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ അല്ലെങ്കിൽ വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ മുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിൻ്റെ പല ഉദ്ദേശങ്ങളിലൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ കേളി ഹെയർ അല്ലെങ്കിൽ ചുരുണ്ട മുടി അത്ര നല്ലതല്ല, അതെന്തോ മോശമാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതാണ് നമ്മൾ തിരുത്തേണ്ടത്. ഈ കേളി ഹെയറുകാരെ കാണുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു ചോദ്യം, ഒരു ആറ്റിറ്റ്യൂഡാണ്, എൻ്റെ മുടി എന്താ മാഗി ആണേലും ന്യൂഡിൽസ് ആണേലും നിനക്കെന്താ എത്ര വലിയ ബേജാറ്? നിറം പോലെ അതും സാധാരണ തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കണക്കായി പോയി എന്ന് പറയാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ഇല്ല. കാരണം ഞാനാണൊരു ബെസ്റ്റ് എക്സാമ്പിൾ. ചെറുപ്പം മുതലേ തല ചീകാനിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന എപ്പോഴുള്ളൊരു ഡയലോഗാണ്, ഇതെന്താ കടന്തൽ കൂടാണോ, ഇത് ഭയങ്കര മോശമാണ്. അങ്ങനെ കേട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മുടി എന്തോ ഭയങ്കര മോശമാണെന്നൊരു ബോധത്തിൽ ആ ഒരു ബോധം എന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് എൻ്റെ മുടിയോട് ഭയങ്കര ദേഷ്യക്കായി എനിക്ക്. പിന്നെ എന്താ എനിക്കിങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഇല്ലല്ലോ, ഇത് നിൻ്റെ ജീനിലുള്ളതാ മോളെ എന്നൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. കിട്ടുമ്പോൾ തമാശ എന്ന പേരിൽ പലരും ചിരിക്കാറുണ്ട്. പിന്നീട് എപ്പോഴോ ബോധം വെച്ച കാലത്താണ് ഇതിനെന്താ ഇപ്പോൾ കുഴപ്പം എന്ന ബോധത്തിലേക്ക് ഞാൻ മാറിയത്. ആവശ്യമുള്ളവർ ചെയ്തോട്ടെ, അതൊരു തെറ്റല്ല. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ അഭിമാനിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഭാഷ, ഒരാൾ സംസാരിക്കുന്ന ഭാഷ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെയും സംസ്കാരത്തെയും അടയാളപ്പെടുത്തിയിരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അതിൻ്റെ ജനനവും വളർച്ചയായി. അവിടെ ചുറ്റുപാടും ജീവിക്കുന്ന ആൾക്കാരോടുള്ള സഹവാസം മൂലം അവരുടെ ഭാഷയിൽ പല ശൈലികളും വന്നെന്നിരിക്കും. കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഹിന്ദിക്കാരെ പോലെ ഹിന്ദി സംസാരിക്കുന്നില്ല എന്നതും, തൃശ്ശൂരിൽ ജനിച്ച് വളർന്ന ഒരാൾ കാസർഗോട്ടുകാരുടെ ഭാഷാശൈലി പോലെ സംസാരിക്കുന്നില്ല എന്നതും ഇതിൻ്റെയൊക്കെ സ്വാധീനം മൂലം തന്നെയാണ്. പല കോമഡികളിലും നിരവധി മലയാളം സ്ലാങ്ങുകൾ സംസാരിച്ചിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ടല്ലേ? പക്ഷേ ചില സ്ലാങ്ങുകൾക്കിടയിൽ തൊട്ടുകൂടായ്മ പോലുള്ള സംഭവങ്ങളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാസർഗോഡും തിരുവനന്തപുരം സ്ലാങ്ങുകളൊക്കെ അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ടതിൽ ചിലതാണ്. നല്ല തമാശകൾ നമ്മൾ ഒന്നിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ചിലരുടെ പ്രതികരണങ്ങൾ, അത് സംസാരിക്കുന്ന ആൾക്കാരും വലിയ എന്തോ തെറ്റ് ചെയ്തവരാണ് എന്ന തോന്നലിലാണ്.
കാസർഗോഡ് പലതരത്തിലുള്ള ഭാഷാ വ്യത്യാസം നമുക്ക് കാണാമെങ്കിലും ഈ പറയുന്ന കാറ്റഗറി കാസർഗോഡ് ഭാഷ അല്ലെങ്കിൽ സ്ലാങ് എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ കാസർഗോട്ടുകാരുടെ വർത്തമാന രീതിയാണ്. കർണാടകയോട് ചേർന്ന് നിൽക്കുന്നതിനാലും ആ ഭാഗത്താണ് ഈ സപ്തഭാഷ സംഗമഭൂമി എന്ന് വെച്ചാൽ 7 ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവരുടെ മലയാളം എന്നത് ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു അവിയൽ രൂപമാണ്. പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവിടെ ജനിച്ച് വളർന്ന മനുഷ്യർ ഇത് കേട്ട് വളരുന്നതല്ലേ സംസാരിക്കൂ. ഒരാൾക്കറിയാത്ത കേൾക്കാത്ത ഒരു ഭാഷ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് തമാശയാവുന്നത്? നമ്മുടെ സമൂഹം ഈ ഒരു വിഷയത്തിൽ നന്നായി വളരേണ്ടിയിരിക്കുന്നു. ഭാഷ, വേഷം, ശരീരം മുതൽ എല്ലാത്തിനോടും ബഹുമാനമുള്ളവരായിട്ട് മനുഷ്യർ മാറേണ്ടിയിരിക്കുന്നു. മാറണം. മാറ്റം എന്നിൽ നിന്നാവട്ടെ, നിങ്ങളിൽ നിന്നാവട്ടെ. നിങ്ങളുടെ ഇതിനെ പറ്റിയുള്ള ചിന്തകൾ, അഭിപ്രായങ്ങൾ, പിന്നെ വിലയേറിയ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണുമെന്ന പ്രതീക്ഷയോടെ നന്ദി.